Good morning students. ഇന്ന് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. Derive the expression for Hull cutoff voltage and Hull cutoff magnetic equation. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം the standard equation of motion for electrons in the cross wheel can be expressed in cylindrical coordinates. ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്, ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് ഇത് നമ്മൾ 80ൽ പഠിക്കുന്ന ഒരു സെക്ഷൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതായത് ഒരു ക്രോസ് ഫീൽഡ്, അതായത് ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിലൂടെ ഇലക്ട്രോൺസിൻ്റെ മോഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആകുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആറും ഫൈവും വെച്ചാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് ആർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ഇ ആർ മൈനസ് ഇ ബൈ എം ഇൻറ്റു ആർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ബി സെഡ്. ബി സെഡ് എന്ന് പറഞ്ഞാൽ magnetic field along z direction. 1 by r d by dt r square d phi by dt equal to e by m into bz into dr by dt. അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിക്കണം, കാരണം ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഇത് ഒരു വലിയൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെത്തുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു മാഗ്നട്രോൺ ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു മാഗ്നട്രോൺ എന്ന് പറയുമ്പോൾ നടുക്കൊരു കാഥോഡും ഫോളോഡ് ബൈ ആൻ ആനോഡും ആണ്. അപ്പോൾ കാഥോഡിൻ്റെ റേഡിയസ് ആണ് എ ആയിട്ട് ഡിറ്റർമിൻ ചെയ്തേക്കണത്, ആനോഡിൻ്റെ റേഡിയസ് ആണ് ബി ആയിട്ട് ആക്ട് ചെയ്തേക്കണത്. പിന്നെ ആനോഡിലേക്ക് ഒരു അപ്ലൈ ചെയ്യുന്ന ഡി സി വോൾട്ടേജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി സീറോയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതായത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തേക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബി ഇസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വിച്ച് ഇസ് അപ്ലൈഡ് പെർപെൻഡിക്കുലർ, വി സീറോ എന്ന് പറയുന്ന ഡി സി വോൾട്ടേജ്, എ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ കാഥോഡും ബി എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ആനോഡും. ഇനി നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേണ്ട ഈ ഇക്വേഷൻ, അതായത് നമ്മൾ രണ്ട് ഇക്വേഷൻ ഉള്ളതിൽ ഈ സെക്കൻഡ് ഇക്വേഷനിലെ ഈ ആറിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. സോ ദാറ്റ് ബിക്കംസ് ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ആർ ഇൻറ്റു ബി സെഡ് ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന് വരും. ഇനി ഇതിൽ അത് കണ്ടോ, ഇവിടെ ഉണ്ടായിരുന്ന ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ഇ ബൈ എം ഇൻറ്റു ബി സെഡിന് നമ്മൾ കൊടുക്കുകയാണ് ഒരു ടേം വിച്ച് ഇസ് നോൺ എസ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. അപ്പോൾ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്നാകുമ്പോൾ എന്താവും, ഈ ഇതിന് പകരം എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം, ഒമേഗ സി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ ദ ഇക്വേഷൻ ബിക്കംസ് ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ ഡി ഫൈവ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഒമേഗ സി ഇൻറ്റു ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടി പോകുമല്ലോ. അപ്പോൾ എന്ത് കിട്ടും, ആർ സ്ക്വയർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി എന്ന് കിട്ടി. ഇനി ഒമേഗ സി കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുത്തു. ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷനാണ്. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷനും ഇത് സെക്കൻഡ് ഫംഗ്ഷനുമാണ്. അപ്പോൾ ഒമേഗ സി ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ആർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി ആർ ബൈ ഡി ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആറ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്, ആറിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ് 1. പിന്നെ ഇൻ്റഗ്രൽ ഓഫ് ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താ ആർ, അപ്പോൾ ആർ ഡി ടി എന്ന് വന്നു. ഇനി എന്ത് ചെയ്യുക, ആർ ഡി ടിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു, ആർ സ്ക്വയർ ബൈ 2 എന്ന് വന്നു. സോ ദാറ്റ് ബിക്കംസ് ഒമേഗ സി ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ബൈ 2 എന്ന് പറയും. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആർ സ്ക്വയർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഒമേഗ സി ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 പ്ലസ് കെ എന്ന് വന്നു. ഇനി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാൻ പോവാം. നമുക്ക് രണ്ട് ബൗണ്ടറിയാണുള്ളത്. ഒന്ന് ആർ ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നതാണ് കാഥോഡിൻ്റെ റേഡിയസും, അടുത്തത് ആർ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ആനോഡും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, അതായത് കാഥോഡിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ തൊട്ട് അതാണുള്ള ഇൻട്രാക്ഷൻ സ്പേസ്, അവിടെയല്ലേ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രോൺ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, കാഥോഡിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷനായിട്ട് നമ്മൾ എന്തെടുത്തത്, ആർ ഇസ് ഈക്വൽ ടു എ. ആ പോയിന്റിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്താണെങ്കിലും ഇനിഷ്യൽ വെലോസിറ്റി കാണുമോ, ഇല്ല. സോ ദാറ്റ് ഇസ് വൈ ഡി ഫൈവ് ബൈ ഡി ടി എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പോൾ ആംഗുലർ വെലോസിറ്റി എന്താവും, 0 ആവും. അപ്പോൾ ഈ ഇക്വേഷനകത്ത്, നേരത്തെ ഇക്വേഷനകത്ത് നമുക്ക് എന്ത് കിട്ടി, അപ്ലൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ഈക്വൽ ടു ഒമേഗ സി ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു കെ. കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ ഈ ഡി ഫൈവ് ബൈ ഡി ടി 0 ആയി പോകുമ്പോൾ ഈ ടേം 0 ആയി പോകും. അതിൽ നിന്ന് നമുക്ക് കെക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. ആ കെക്ക് നമ്മൾ ആറിന് എന്തിട്ട് കൊടുക്കണം, എ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കെക്ക് എന്ത് കിട്ടി, മൈനസ് ഒമേഗ സി ഇൻറ്റു എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഈ വാല്യൂവിനെ എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നാണ്ട് ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു, കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ആർ സ്ക്വയർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി കോമൺ ആയിട്ട് ഒമേഗ സി പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വന്നു, ആർ സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2 എന്ന് വന്നു. ഇനി അതിൽ നിന്ന് കോമൺ ആയിട്ട് എടുത്തപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ആ ആർ സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ നമുക്ക് എന്ത് വന്നു,
ഡി ഫൈവ് ബൈ ഡി ടി ഈക്വൽ ടു ഒമേഗ സി ബൈ ടു, അതായത് ആ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ബൈ ആ സ്ക്വയർ അല്ലേ വരുന്നത്. അപ്പോൾ ആ സ്ക്വയറും ഡിവൈഡ് ആയപ്പോൾ 1 മൈനസ് വരും. പിന്നെ ആ സ്ക്വയർ താഴെ വരുമ്പോൾ എന്ത് വരും? എ സ്ക്വയർ ബൈ ആ സ്ക്വയർ, അതായത് ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ദിസ് ഗീവ്സ് ദ എക്സ്പ്രഷൻ ഫോർ ആംഗുലർ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ആംഗുലർ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതാണ് ഈ ഇക്വേഷൻ വെച്ച് വേറൊരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ ഡി ഫൈവ് ബൈ ഡി ടിയുടെ ഇക്വേഷൻ കിട്ടിയല്ലോ, അതിന് നമ്മളൊരു ഇക്വേഷൻ നമ്പർ ചെയ്തു. ഇനി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോൺസിന്റെ എനർജി ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് ബന്ധമില്ല. മാഗ്നറ്റിക് ഫീൽഡ് എന്ത് മാത്രമേ ചെയ്യുള്ളൂ? ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ മാറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് എനർജി എപ്പോഴും റിലേറ്റ് ചെയ്യുന്ന ഏതാണ്? അപ്ലൈഡ് വോൾട്ടേജ് ആണ്. അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതാണ്? ആനോഡ് വോൾട്ടേജ് ആണ്. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഇ ഇൻറ്റു ക്യാപിറ്റൽ വി സീറോ. വേറെ വി സീറോ എന്ന് പറഞ്ഞാൽ എന്താ? അപ്ലൈഡ് വോൾട്ടേജ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഇക്വേഷൻ കിട്ടുമല്ലോ. എന്താണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ ഇൻറ്റു വി സീറോ ബൈ വി സ്ക്വയർ തന്നെയാണ് വെച്ചേക്കുന്നത്, നമ്മൾ ആ റൂട്ട് എടുത്തിട്ടില്ല. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വെലോസിറ്റി, അതായത് ഇലക്ട്രോൺ വെലോസിറ്റിക്ക് ഇപ്പം ഇലക്ട്രോൺ മൂവ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോൺ വെലോസിറ്റിക്കുള്ള കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, 5 ശരിക്കും പറഞ്ഞാൽ ഇസഡും വരുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ഇലക്ട്രോണിന്റെ മോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൂ, അതായത് എക്സ് ഇസഡ് ആക്സസേ ഉള്ളൂ. ഐ മീൻ എക്സും വൈയും ഉള്ളൂ. ഇസഡ് ആക്സസിലെ മൂവ്മെന്റ് ഇല്ല ഇലക്ട്രോൺസിന്. കാരണം ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ്. പിന്നെ മൂവ്മെന്റ് റൊട്ടേഷൻ ഉള്ളൂ, അല്ലാണ്ട് അലോങ് ദി ഇസഡ് ഡയറക്ഷൻ ഇല്ല. അപ്പോൾ അലോങ് ദി ഇസഡ് ഡയറക്ഷൻ കമ്പോണന്റ് ഇല്ലാത്തതുകൊണ്ട് വി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? വി ആർ സ്ക്വയർ പ്ലസ് വി ഫൈവ് സ്ക്വയർ എന്നേ വരുള്ളൂ. വി ഇസഡ് സ്ക്വയർ വരത്തില്ല. ശരിക്കും ഒരു 3D ആകുമ്പോൾ നമ്മൾക്ക് 6, 5 ഇസഡ് വരുന്നതാണ്. പക്ഷേ ഇവിടെ ഇസഡ് കമ്പോണന്റ് ഇല്ലാത്തതുകൊണ്ട് വി സ്ക്വയർ ഇക്വൽ ടു എന്തെന്ന് വരും? വി ആർ സ്ക്വയർ പ്ലസ് വി ഫൈവ് സ്ക്വയർ എന്ന് വരും. ഇനി വി ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റേഡിയൽ വെലോസിറ്റി ആണ്. റേഡിയൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയാം, വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡി ആർ ബൈ ഡി ടി സ്ക്വയർ ആയതുകൊണ്ട് ഡി ആർ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ. ഇനി ആംഗുലർ വെലോസിറ്റിക്ക് നമ്മൾ സാധാരണ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ കൊടുക്കുന്ന റെപ്രസെൻറ്റേഷൻ ഇതാണ്, ആർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ആർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ. ഇത് വി ഫൈയുടെ ഇക്വേഷൻ ആണ്. ആർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടിയും വി ആർ എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബൗണ്ടറി കണ്ടീഷൻ എന്തായിരുന്നു? അലോങ് ദ കാഥോഡ് ആണ്. ഇനി ഫൈനൽ ബൗണ്ടറി എവിടെയായിരിക്കും? ആനോഡിലാണ് എത്തുന്നത്. അപ്പോൾ ആനോഡിൽ എത്തുമ്പോൾ എന്താവും? ആർ ഇസ് ഈക്വൽ ടു ബി ആവും. ആർ ഇസ് ഈക്വൽ ടു ബി ആകുമ്പോൾ എന്ത് വരും? ദാറ്റ് ബിക്കംസ് ദ റേഡിയസ് ഓഫ് ആനോഡ്. ആനോഡാണ് വരുന്നത്. ആനോഡിൽ എത്തുമ്പോൾ എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. അപ്പോൾ വി എന്ന് പറയുന്നത് എന്താവും? വി സീറോ. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് ആണ് ആനോഡ്. ആ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒറ്റ പോയിന്റ് ഉള്ളൂ, അല്ലാതെ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് 2 ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരൊറ്റ ഡിസ്റ്റൻസിൽ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. ഇൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ എന്താണ്? വെലോസിറ്റി ഇല്ലല്ലോ. നമ്മളൊരു പോയിന്റ് അല്ലേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്തില്ല? വെലോസിറ്റി ചേഞ്ച് ഇല്ല. സോ ദാറ്റ് ഇസ് വൈ വി റിട്ടൺ ആസ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു? 0. റേഡിയൽ വെലോസിറ്റി, കാരണം ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് വെലോസിറ്റി ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താവും? 0. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്തായി മാറി? വി സ്ക്വയർ ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി 0 ആകുമ്പോൾ എന്ത് വന്നു? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു. അതിൽ ആറിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി കുറച്ച് മുമ്പ് നമ്മൾ ഡി ഫൈവ് ബൈ ഡി ടിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. ഏതാണ്? ദാണ്ട് ഇക്വേഷൻ 6 എന്ന് പറഞ്ഞാൽ ഡി ഫൈവ് ബൈ ഡി ടിക്ക് നമ്മളൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. ആ ഇക്വേഷനെ കൊണ്ടുവന്ന് നമ്മളിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയറിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് ഇനി ഒന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ വി സ്ക്വയറിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. വി സ്ക്വയറിന് എന്താണ് ഇക്വേഷൻ കണ്ടുപിടിച്ചത്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ക്യാപിറ്റൽ 2 ഇ ഇൻറ്റു ക്യാപിറ്റൽ വി സീറോ ബൈ എം. അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഡി ഫൈവ് ബൈ ഡി ടിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, കണ്ടോ? വി സ്ക്വയറിന് ഞാൻ എന്ത് എഴുതി? 2 ഇ വി സീറോ ബൈ എം ഇൻറ്റു ബി ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. എന്നിട്ട് ബി മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇതെന്താവും? ബി സ്ക്വയർ ആവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡി ഫൈവ് ബൈ ഡി ടിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൻ്റെ സ്ക്വയർ എടുക്കണം, കാരണം ഇവിടെ വേണ്ട എന്താണ്? ഡി ഫൈവ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആ നേരത്തെ കിട്ടിയ ഡി ഫൈവ് ബൈ ഡി ടിയുടെ ഈ ഇക്വേഷൻ്റെ സ്ക്വയർ എഴുതിയിട്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. സോ ദാറ്റ് ബിക്കംസ് എന്ത് വന്നു? 2 ഇ വി സ്ക്വയർ ഇൻറ്റു ബൈ എം ഈ ബി സ്ക്വയറിന് ഇങ്ങോട്ടങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ ഒമേഗ സി ബൈ 2 ഇൻറ്റു 1 മൈനസ് എ സ്ക്വയർ ബൈ ഒ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ എന്ന് വരാൻ കാരണം എന്താ? ഡി ഫൈവ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ. ഇനി എന്താന്ന് പറഞ്ഞാൽ തീരാൻ പോവാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് ക്യാപിറ്റൽ വി സീറോ. കാരണം നമുക്ക് രണ്ട് കാര്യമാണ് കണ്ടത്. ഹൾ കട്ട് ഓഫ് വോൾട്ടേജും കാണണം, ഹൾ കട്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും കാണണം. അപ്പോൾ ഇതിൽ നിന്ന് ക്യാപിറ്റൽ വി സീറോ മാത്രം എടുക്കുക. ഇത് ബാക്കിയുള്ളതിനെ എല്ലാം ഇങ്ങോട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് ഇതെല്ലാം ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഇതിനെ എക്സ്പാൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആയിട്ട് കോമൺ ആയിട്ടുള്ളതെല്ലാം ക്യാൻസൽ ആയി പോകും. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി.
അപ്പോൾ ഇതിനെ ഉള്ളിലേക്ക് എല്ലാം കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ഫൈനലി എന്നിട്ട് ആറിന് എന്തുകൂടെ കൊടുക്കണം, ബി എന്നുള്ളൊരു കണ്ടീഷനൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വി സീറോയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടും. എന്താണ്? വി സീറോ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു ഇ ഇൻറ്റു ബി ഇസഡ് സ്ക്വയർ ബൈ 8m ഇൻറ്റു 1 മൈനസ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന് വരും ബിയും കൂടി ഇട്ട് കഴിയുമ്പോൾ ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് വി സീറോ. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റ് ബി ഇസഡ് ഇസ് ഈക്വൽ ടു ബി സീറോ. അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുന്നു, ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ കൊടുക്കുന്നു. അതാണ് ബി ഇസഡ് ഇസ് ഈക്വൽ ടു ബി സീറോയും വേറൊരു വാല്യൂ എന്ന് പറയുന്നത് വി സീറോ, അതായത് ക്യാപിറ്റൽ വി സീറോയ്ക്ക് നമ്മൾ കൊടുക്കുന്നു കട്ട് ഓഫ് വോൾട്ടേജ്. വേർ വി ഒ സി എന്ന് പറയുന്നത് ഹൾ കട്ട് ഓഫ് വോൾട്ടേജ് ആണ്. അതിവിടെ കട്ടായി പോയി. സോ ദാറ്റ് കറസ്പോണ്ട്സ് ടു ഹൾ കട്ട് ഓഫ് വോൾട്ടേജ്. അപ്പോൾ അത് ഇവിടെ കൊടുക്കുമ്പോൾ എന്തൊരു വി സീറോയ്ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, വി സീറോ സി എന്നും കൊടുക്കും. അപ്പോൾ ഇത് എന്തായി മാറും? therefore the equation becomes വി സീറോ സി ഈക്വൽ ടു ഇ ബി സ്ക്വയർ ഇൻറ്റു ബി സീറോ സ്ക്വയർ. കാരണം ബി സെഡിന് വരെ നമ്മൾ എന്ത് കൊടുത്തു, ബി സീറോ കൊടുത്തു, ബൈ 8m ഇൻറ്റു എം ആണ് ഇൻറ്റു 1 മൈനസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു. ഈ ഇക്വേഷന് പറയുന്ന എക്സ്പ്രഷനാണ് ഹൾ കട്ട് ഓഫ് വോൾട്ടേജ് ഇക്വേഷൻ. ഇതായിരുന്നു നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇഫ് വി സീറോ, അതായത് ഇതാണ് മാക്സിമം വോൾട്ടേജ്, ഇഫ് വി സീറോ ഇസ് ലെസ് ദാൻ വി ഒ സി, അതായത് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വോൾട്ടേജ്, അപ്പം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് കട്ട് ഓഫ് വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ ഇലക്ട്രോൺസ് ഒരിക്കലും എവിടെ എത്തില്ല, ആനോഡിൽ എത്തില്ല. അപ്പം നമുക്ക് എന്താണ്, ആനോഡിൽ എത്തണം. സോ അപ്പം നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കണം, വി മസ്റ്റ് അപ്ലൈ വി സീറോ ഗ്രേറ്റർ ദാൻ വി ഒ സി. അപ്പം ഹൾ കട്ട് ഓഫ് വോൾട്ടേജ്, അതാണ് മിനിമം വോൾട്ടേജ് കൊടുക്കണം. അപ്പം വോൾട്ടേജ് കൊടുക്കുന്ന വി ഒ സിക്ക് കുറവാണെങ്കിൽ ഇലക്ട്രോൺസ് എവിടെ എത്തില്ല, ആനോഡിൽ എത്തില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അത് ഇതേ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വി സീറോ സിക്ക് പകരം നമ്മൾ വി സീറോ എന്നും കൊടുക്കും, ബി സീറോയ്ക്ക് പകരം നമ്മൾ ബി സീറോ സി എന്ന് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഹൾ കട്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും അതിന് കറസ്പോണ്ടിങ് ആയി, അതായത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൾ മാഗ്നറ്റിക് ഫീൽഡാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. നേരത്തെ കണ്ടുപിടിച്ചത് ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൾ കട്ട് ഓഫ് വോൾട്ടേജ്, അതാണ് തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നേരത്തെ ഇതേ ഇക്വേഷനകത്ത് വി സീറോ സിക്ക് പകരം നമ്മൾ ഒരു വാല്യൂ കൊടുക്കുന്നു, വി സീറോ. അതുപോലെ ബി സീറോയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, ബി സീറോ സി. എന്നിട്ട് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പം അതായത് അങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ബി സീറോ സി എന്നും പറഞ്ഞ് നമ്മൾ എഴുതണം. നേരത്തെ നമ്മൾ വി സീറോ സി എന്ന് എഴുതിയതിന് പകരം ഇവിടെ നമ്മൾ എന്ത് എഴുതണം, ബി സീറോ സി എന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ അതിന് ഇങ്ങോട്ട് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വരും ബി സീറോ സി സ്ക്വയർ എന്ന് വരും. എന്നിട്ട് അതിനെ ബി സീറോ സി എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷന് പറയുന്ന പേരാണ് ഹൾ കട്ട് ഓഫ് മാഗ്നറ്റിക് ഇക്വേഷൻ. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് ഹൾ കട്ട് ഓഫ് എന്താണ്, വോൾട്ടേജ് ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഹൾ കട്ട് ഓഫ് മാഗ്നറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മളൊരു ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണ്, ലെസ് ദാൻ ഇതിനേക്കാൾ കുറവായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ദ ഇലക്ട്രോൺസ് എന്തെത്തത്തില്ല, ഇറ്റ് വിൽ നോട്ട് റീച്ച് ദ ആനോഡ്. കേട്ടോ? അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, വി സീറോയേക്കാൾ കുറവാണെങ്കിൽ, വി സീറോ സിയേക്കാൾ കുറവാണെങ്കിൽ ഇലക്ട്രോൺസ് എത്തത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബി സീറോ, അതായത് ബി സീറോയേക്കാൾ ലെസ് ആണെങ്കിൽ ബി സീറോ സി, നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ബി സീറോ സിക്ക് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ കിട്ടുന്ന ആണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ബി സീറോയ്ക്ക് നമ്മൾ കിട്ടുന്നത് ബി സീറോ ലെസ് ദാൻ ബി സീറോ സി ആണെങ്കിൽ ഇലക്ട്രോൺസ് എന്തെത്തില്ല, വിൽ നോട്ട് റീച്ച് ദ ആനോഡ്. അപ്പം ഇതാണ് ഹൾ കട്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഹൾ കട്ട് ഓഫ് വോൾട്ടേജിന്റെ ഡെറിവേഷൻ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. താങ്ക് യു.